ബ്രസീൽ ജപ്പാൻ മത്സരത്തിലെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ നമ്മൾ വിട്ടുപോയ ഒരൊറ്റ ആളേ ഉള്ളൂ. ആ ആളാണ്, അതായത് കസമേറോ ആണ് ഈ ഒരൊറ്റ മാച്ചിലെ വില്ലനും അതേപോലെ തന്നെ ഹീറോയും എന്നുള്ളതാണ് കേട്ടോ. എൻ്റെ പൊന്നടാവെ, പ്യോർ സിനിമ. സോ അതുകൊണ്ട് തന്നെ പലരും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ജപ്പാൻ നല്ലൊരു ടീമാണ്, അവർക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാതിരുന്നത് എന്നൊക്കെ എന്നോട് ചോദിക്കുന്നവരോട്, ജപ്പാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരത്തിൽ വളരെ ശോകമായിരുന്നു എന്നുള്ളതാണ്. വളരെ ശോകം. എന്താണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ മുഴുവൻ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ആൻഡ് കാര്യപരിപാടികൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാന്ന് ഓർമ്മിച്ചുകൊണ്ട് വെൽക്കം ടു 80 പോഡ്കാസ്റ്റ് ഫുട്ബോൾ ക്ലബ്. ഗൈസ്, ഐ എം സോ ഹാപ്പി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രസീൽ ജപ്പാൻ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞോ ആ കാര്യങ്ങളിൽ ഒരു ബഹുഭൂരിപക്ഷം കാര്യങ്ങളും ശരിയായി വരുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അല്ലേ. കാരണം ഒത്തിരി പേര് നമ്മളെ എൻ്റെ അമ്മ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര അടിയായിരുന്നു. എന്തായാലും അതിൽ ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ആദ്യം ജപ്പാനെ കുറിച്ച് പറയണോ ആദ്യം ബ്രസീലിനെ കുറിച്ച് പറയണം? ബ്രസീലിനെ കുറിച്ച് തന്നെ പറഞ്ഞിട്ട് അങ്ങോട്ട് ജപ്പാനിലേക്ക് പോകാം. രണ്ടും കൂടി ചേർത്ത് തന്നെ പറയാം. ഒരു സിനിമ കാണുന്ന ഒരു എഫക്റ്റായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ എപ്പോഴും ഉള്ളതാണ്, നായകൻ തോറ്റു നിൽക്കും. അപ്പോൾ നായകൻ്റെ കൂടെയുള്ളവരെല്ലാവരും പ്രശ്നത്തിലായിരിക്കും. അങ്ങനെ കുറച്ച് സീന്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഈ പറയുന്ന പോലെ സിനിമയിൽ ഈ മസാലപ്പടങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം വരുന്നത് പോലെ തന്നെ എന്തുണ്ടാവുക, ഒരു 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 ഹീറോ, നായകൻ ജയിച്ചു വരണം, അങ്ങനെയാണല്ലോ പടം പോവുക. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസീൽ ജപ്പാൻ മത്സരം എന്നുള്ളതാണ്. ആദ്യ പാദത്തിൽ ജപ്പാൻ, അതും ബ്രസീലിൻ്റെ കയ്യിൽ നിന്നുള്ളൊരു മിസ്റ്റേക്കിലൂടെ തന്നെ ബോൾ എടുക്കുന്നു, വരുന്നു, ബ്രസീലിനെതിരെ ഗോളടിക്കുന്നു. ബ്രസീൽ ആകാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത, എവിടേക്കോ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള, ബോൾ എടുത്ത് വിങ്ങിലേക്ക് പോകുന്നു പക്ഷേ ഫ്രണ്ടിലേക്ക് എത്താൻ പറ്റുന്നില്ല, ബോൾ എടുത്ത് വിങ്ങിലേക്ക് പോകുന്നു വീണ്ടും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെ ഒരു ബ്രസീൽ. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ കാർലോ ആഞ്ചലോട്ടി ഒരു ക്യാമിയോ റോളെന്നൊന്നും പറഞ്ഞാൽ പോരാ, പക്ഷെ എന്നാലും പോയി എന്തോ അവരുടെ ചെവിയിൽ ഓതി കൊടുക്കുന്നു. അത് വെച്ച് പിന്നെ അങ്ങോട്ട് ബ്രസീലിൻ്റെ ഒരു അഴിഞ്ഞാട്ടമായിരുന്നു എന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ജപ്പാൻ അത്ര മോശം പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന പോലെ തന്നെ നമുക്കറിയാം ജപ്പാൻ ജയിച്ചിട്ടുള്ള പല മത്സരങ്ങളും എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റ്സിൽ അവരെല്ലാ മേഖലയിലും ഭയങ്കര ശോകമായിരിക്കും. അവർക്ക് പൊസിഷൻ ഉണ്ടാവില്ല, അവർക്ക് ഈ പറയുന്ന പോലെ ഷോട്ട് ഓൺ ടാർഗറ്റുകൾ കുറവായിരിക്കും, ഷോട്ട്സ് കുറവായിരിക്കും, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ വളരെ കോമഡി ഉണ്ട് കേട്ടോ. നമ്മുടെ ബ്രസീലിൻ്റെ ഗോൾ കീപ്പറിനാകെ ഒരൊറ്റ സേവേ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ എന്നുള്ളതാണ്, ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് മാത്രം. അത് കഴിഞ്ഞ് മറ്റേത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ അവർ ഒരൊറ്റ ബിഗ് ചാൻസ് പോലും ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ അവരുടെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ എടുത്ത് നോക്കുക, അവർ 2-2 നെതർലൻഡ്സിൻ്റെ ഒപ്പവും അതുപോലെ മറ്റ് മത്സരങ്ങളിലെല്ലാത്തിലും അവർക്ക് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നാണ്, ഉണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് ജപ്പാൻ ഈ പറയുന്ന പോലെ തന്നെ ഡിഫൻസ് ചെയ്താൽ പോലും കൗണ്ടറിലായാലും മറ്റ് സ്ഥലങ്ങളിലും കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നത്. എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ ബ്രസീൽ അതിനൊന്നുമുള്ള അവസരം കൊടുത്തിട്ടില്ല. സെക്കൻഡ് ഹാഫിൽ ഒരു കംപ്ലീറ്റ് ഡോമിനൻസ് എന്നൊന്നും പറഞ്ഞാൽ പോരാ, മൃഗീയ ഭൂരിപക്ഷം തന്നെയായിരുന്നു എന്നുള്ളതാണ്. ആൻഡ് കാർലോ ആഞ്ചലോട്ടി, ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു 50% ഈ പറയുന്നത് പോലെ തന്നെ ബ്രസീൽ ജയിക്കാനാണ് സാധ്യത. പിന്നെ ഒരു ചാൻസ് ഉണ്ട്. എന്ത്? ആ 10% എന്ന് പറയുന്നത് ഡോൺ കാർലോ എന്ന് പറയുന്ന ആളാണ്. അത് വെറുതെ ആയില്ല എന്നുള്ളതാണ്. പുള്ളിക്കാരൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ, എസ്പെഷ്യലി ഹെൻഡ്രിക്കിനെ ഇറക്കിയ സമയത്താണെങ്കിൽ ഞാൻ വിചാരിച്ചു മേ ബി ഒരു 70-75 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ അണ്ണൻ ഇറങ്ങും, നെയ്മർ ഇറങ്ങി കഴിയുമ്പോൾ കുറച്ചും കൂടി ഇതാവും. നെയ്മർ ഇറങ്ങുന്നില്ല, നമ്മുടെ ഗബ്രിയേൽ മാർട്ടിനാലിയാണ് ഇറങ്ങുന്നത്. ആൻഡ് അപ്പോഴും നമ്മൾ ചിന്തിക്കുകയാണ്, എന്താപ്പം നെയ്മർ ഇറക്കാത്തത് ശരിയാവൂ, കളി ജയിക്കൂ? ആദ്യം തന്നെ ഈ ഹെൻഡ്രിക്കിനെ ഇറക്കിയതിൻ്റെ ഡിഫറൻസ് കളിയിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് പലപ്പോഴും നമ്മൾ പറഞ്ഞു, വിനീഷ്യസ് ജൂനിയർ അവരുടെ ഒരു കീ പ്ലെയർ ആയതുകൊണ്ട് തന്നെ ജപ്പാൻ പുള്ളിക്കാരനെ നല്ലോണം ക്ലോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് അത് നമുക്ക് പലപ്പോഴും കാണുന്നുണ്ടായിരുന്നു. വിനീഷ്യസ് ജൂനിയറിൻ്റെ കയ്യിൽ ബോൾ കിട്ടിയാൽ 1-2 നീങ്ങാൻ അനുവദിക്കാത്തതുപോലെ തന്നെ ക്ലോസ് ചെയ്യുന്ന ഒരു സീൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്നാൽ അതാണ് സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഹെൻഡ്രിക്കിലേക്ക് അവരുടെ ഫോക്കസ് പോയപ്പോൾ ഗബ്രിയേലിൻ്റെ ഒരു കിട്ടിലൻ ക്രോസ് എടാ അത് ഇങ്ങനെ കറക്റ്റ് വരുന്നു. നമ്മുടെ കസമേറോ ചാടി അതിന് തല വെക്കുന്നു. ആ തല വെക്കുന്നതിന് മുമ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 45 മിനിറ്റ് മുമ്പിലേക്ക് പോകണം എന്നുള്ളതാണ്. സത്യം പറയാലോ, ഒരു യെല്ലോ കാർഡ് വേണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ഒരു റെഡ് കാർഡ് കിട്ടാം. ഒരുപാട് സ്ഥലങ്ങളിൽ മിസ് പാസസ്, ഒത്തിരി സ്ഥലങ്ങളിൽ ബോൾ ആവശ്യമില്ലാത്തടത്ത് കൊണ്ടുപോയി കളയുന്നു. ആൻഡ് പുള്ളിക്ക് ചിലതൊന്നും ഓടിയെത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നൽ. ഇതൊക്കെ പോയിട്ടുള്ളൊരു ഫസ്റ്റ് ഹാഫാണ് കസമേരോടെ. അതെല്ലാം കഴിഞ്ഞാണ് ആ സെക്കൻഡ് ഹാഫിൽ ഗബ്രിയേലിൻ്റെ ആ ഒരു ക്രോസിനെ പുള്ളിക്കാരൻ തല കൊണ്ട് ഹെഡ് ചെയ്ത്
എങ്ങോട്ട് കയറ്റുന്നത്? ജപ്പാൻ്റെ ഗോൾ വലയുടെ ഉള്ളിലേക്ക് കയറ്റുന്നത് എന്നുള്ളതാണ്. ഗംഭീര സാധനമായിരുന്നു, ഗംഭീര സാധനം, ലൈക്ക് ആബ്സല്യൂട്ട് സിനിമ. അത് കഴിഞ്ഞിട്ട് എപ്പോഴും പറ്റുന്നത് പോലെ തന്നെ ജപ്പാൻ പുറത്താവുന്നത് ജപ്പാൻ്റെ ഒരു ലാസ്റ്റ് മിനിറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പെനാൽറ്റിയിലാണ്. അത് തന്നെ ഇവിടെ വീണ്ടും സംഭവിച്ചു എന്നുള്ളതാണ്. 95-96 മിനിറ്റിൽ മാർട്ടിനാലിയും കൂടെ ഗോളടിച്ചതോടെ, ഗബ്രിയേൽ മാർട്ടിനാലിയും കൂടെ ഗോളടിച്ചതോടെ കഥം. ഇതിലെനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ജപ്പാനെ വാഴ്ത്തിപ്പാടിയ ഒരുപാട് പേരുണ്ട്. എൻ്റെ അമ്മോ ജപ്പാൻ ഇങ്ങനെയാണ്, ജപ്പാൻ അങ്ങനെയാണ്, ജപ്പാൻ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വെച്ച് കീച്ചി. ശരിയാണ് കേട്ടോ, ഗ്രൂപ്പ് സ്റ്റേജിൽ നല്ല മത്സരങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ കണ്ട ഈ ജപ്പാൻ ബ്രസീൽ മത്സരത്തിൽ, ടു ബി ഓണസ്റ്റ്, ജപ്പാൻ വാസ് നോട്ട് ഏബിൾ ടു ഡു എനിത്തിങ്. ദേ റിയലി ടേസ്റ്റഡ് ദ റിയൽ ഫ്ലേവർ ഓഫ് ഫുട്ബോൾ, ജോഗോ ബൊനീറ്റോ. അതാണ് അതിൻ്റെ സത്യം. ആൻഡ് ഇറ്റ് വാസ് അബ്സല്യൂട്ട്ലി സിനിമ മാൻ. എൻ്റെ മോനെ ഒന്നും പറയാനില്ല. ഗബ്രിയലിൻ്റെ ക്രോസ് ആയിക്കോട്ടെ, ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഒരാളെ പറയാൻ വിട്ടുപോയടേ, ബ്രൂണോ, ന്യൂ കാസലിൻ്റെ ബ്രൂണോ. ഹീസ് എ സൈലൻറ്റ് കില്ലർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 അസിസ്റ്റായി. നമ്മൾ പലപ്പോഴും പുള്ളിയുടെ സൈഡ് നമ്മൾ ചിന്തിക്കാറില്ല. പുള്ളി ഫസ്റ്റ് ഹാഫിലാണെന്നുണ്ടെങ്കിലും എപ്പോഴും ക്രൗഡിനെ എനർജറ്റിക് ആക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഐ തിങ്ക് ഹീ ഡിസേർവ് ടു ഹാവ് മോർ, എന്താ പറയുക, ഒരു അറ്റൻഷൻ പുള്ളിക്ക് ഇല്ലെന്നൊന്നും അല്ല കേട്ടോ. പക്ഷേ എപ്പോഴും ബ്രസീലിൻ്റെ സൈഡിലേക്ക് നമ്മൾ പലരെയും പറഞ്ഞു പോകുമ്പോൾ ബ്രൂണോയെക്കുറിച്ച് പറയാതെ പോകാറുണ്ട്. ഇന്നത്തെ മത്സരത്തിലായാലും ആ ലാസ്റ്റിൽ അസിസ്റ്റും കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കളി മാറ്റിയത്. അപ്പോൾ എന്തായാലും റൗണ്ട് ഓഫ് 16 ബ്രസീലുണ്ട്. ഡോൺ കാർലോ ഉണ്ട്, വിനീഷ്യസ് ജൂനിയർ ഉണ്ട്, നെയ്മർ ഉണ്ട്. ഈ പറയുന്ന എല്ലാവരും മഞ്ഞക്കുപ്പായത്തിൽ അവിടെ ഉണ്ടാവും. നിങ്ങളുടെയൊക്കെ ടീമുകൾ അവിടെ ഉണ്ടോ നോക്കുക. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ മത്സരത്തെക്കുറിച്ച് തോന്നിയെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുതെന്ന് ഓർപ്പിച്ചുകൊണ്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും. ഓക്കെ, താങ്ക് യു. ചിൽ കുപ്പിച്ചിൽ.